എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ വിമാന ദുരന്തത്തിൽ നാം ബന്ധപ്പെട്ടിരിക്കുകയാണ്. മരണസംഖ്യ നാം ഇന്നലെ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ പ്രധാനമായുള്ളൊരു കാര്യം, ഇനിയുള്ള നാളുകളിൽ വ്യോമയാന രംഗം കൂടുതൽ വളർച്ച പ്രാപിക്കാം. ഇതിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യയും ഇൻഡിഗോയും പൂർവാധികം ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല വിമാന കമ്പനിക്കാർക്കും അതൃപ്തിയുണ്ട്. അവർ നേരിട്ട് അതൃപ്തി പ്രദർശിപ്പിച്ചാലും ഇൻസൈഡ് അവർക്കുണ്ട്. എന്നാൽ അത് ഒരു സത്യമായ വസ്തുതയാണ്. ബട്ട് ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഈയിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ പല മേഖലകളിലും, അത് ആയുധ ഉൽപ്പാദന മേഖലയിലായിരുന്നാലും ഈ വ്യോമയാന മേഖലയിലായിരുന്നാലും ഇപ്പോൾ ഷിപ്പിംഗ് മേഖലയിലായിരുന്നാലും നാം പ്രതീക്ഷിച്ചതിൽ ഉപരിയുള്ള ഒരു അപ്പർ ഹാൻഡ് നാം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ്, ഇപ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് വലിയ വിശാലമായ പോർട്ടാണ്. അതിൻ്റെ പരിസരത്ത് തന്നെയാണ് 2 കപ്പലുകൾ അപകടത്തിലായത്. അത് തുടരെ ഉള്ള ഈ അപകടം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലും ആരുടെയെങ്കിലും കറുത്ത കരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് നേരെ വളരെ അടുത്ത ദൂരത്തിലുള്ളതാണ് ഈ കമ്പംകോട്ട് പോർട്ട്. ശ്രീലങ്കയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനീസാണ്. ആ ഒരു പോർട്ടിൽ വരേണ്ട വർക്ക് കൂടി നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് വരികയാണ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിനെയും ഡാമേജ് ചെയ്യാൻ പലരും ശ്രമിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ മുന്നിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് സുരക്ഷയുടെ കാര്യമാണ്. കാരണം സുരക്ഷാ ക്രമീകരണം നല്ലതല്ലെങ്കിൽ പാളിച്ചകൾ ഒത്തിരി പറ്റും, മോശമായ പേരുണ്ടാകും. ഇപ്പോൾ തന്നെ എയർ ഇന്ത്യ തകർന്നു. അതിൽ ഒത്തിരി രാജ്യക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. സുരക്ഷിതയുടെ കാര്യത്തിൽ, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് അത്ര പോരാ എന്നുള്ളൊരു ധാരണ അവരിൽ ഉണ്ടായിക്കൂടുന്നില്ല. ഇതൊഴിവാക്കാനായി സിവിൽ വ്യോമയാന മന്ത്രിയുടെ കീഴിൽ ഒരു പ്രത്യേക വിഭാഗത്തെ രൂപപ്പെടുത്തുക. പ്രഗത്ഭരായ വളരെ കഴിവുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, മുൻകാലങ്ങളിൽ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരെ ഏകോപിപ്പിച്ച് ഒരു സംവിധാനം രൂപാന്തരപ്പെടുത്തി അവർ കൺട്രോളിൽ ഈ സുരക്ഷിത വലയം സൃഷ്ടിക്കുക. എല്ലാ എയർപോർട്ടിലും അവരുടെ കൺട്രോളിലായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. ഇപ്പോഴുള്ള ഏജൻസികൾ അവർ മോശക്കാരെന്ന് പറയുന്നില്ല, പക്ഷെ ഇതിനേക്കാളും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കും. അത് ഗവൺമെൻറ് തലത്തിൽ നേരിട്ടുള്ള ഒരു വിഭാഗം നമ്മൾ കെട്ടിപ്പടുത്തിയാൽ അതൊരിക്കലും പ്രൈവറ്റ് ഏജൻസിയുടെ കയ്യിൽ കൊടുക്കാതുള്ള ഒരു സംവിധാനമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമ്മുടെ രാജ്യത്തിന് മറ്റുള്ള വിമാന കമ്പനികളുമായി കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എയർ ഇന്ത്യയും ഇൻഡിഗോയും തന്നെ ഒത്തിരി വിമാനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇത് മറ്റുള്ള വിമാന കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരു ഓപ്പറേഷൻ പാർട്ടിലെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുമ്പോഴും ഈ സുരക്ഷ എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനുമായി
നമുക്കൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകണം. വൈകാതെ തന്നെ അതിനൊരു രൂപം കൊടുക്കാൻ വ്യോമയാന മന്ത്രിയും നമ്മുടെ ഗവൺമെൻറ്റും ഒന്ന് ശ്രദ്ധിച്ചാലും. ഒപ്പം ദുഃഖകരമായൊരു വാർത്ത കൂടെ പറയാനുള്ളത്, നമ്മുടെ ഈ വിമാനാപകടത്തിൽപ്പെട്ടൊരു മലയാളി നഴ്സുണ്ട്, രഞ്ജിത. ആ സ്ത്രീയെക്കുറിച്ച് വളരെ അപമാനകരമായ ഒരു പ്രസ്താവന, എന്തോ ഒരു പവിത്രൻ എന്നൊരു ഉദ്യോഗസ്ഥൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നു. വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനമായിപ്പോയി. ആർജവമുള്ള ഒരു ഗവൺമെൻറ് ഇയാളെ ഒരു നിമിഷം സർവീസ് വയ്ക്കാൻ നേരെ ഇങ്ങനെ ജയിലിലടയ്ക്കാണ്ട് വേണ്ടി ഇങ്ങനെ ഒരു സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത്, അത് മരണമടഞ്ഞൊരു സ്ത്രീയെ ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇതിനൊരു വിലങ്ങുതടി ഇടേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാലും. ഒരിക്കൽ കൂടി പറയുന്നു, ഈ വിമാന ദുരന്തത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്, അതീവ ദുഃഖമുണ്ട്. നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധാഞ്ജലി. അവരോടൊപ്പം കൊണ്ട് അവരുടെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുന്നു. ഈ സുരക്ഷാ വലയം തീർക്കാനുള്ള ഒരു സംവിധാനം എത്രയും വേഗം നിലവിൽ വരുത്താൻ ശ്രമിച്ചാലും കാണും. മറ്റൊരു വീഡിയോയിൽ ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.